ഈ രാത്രി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് മലയാളം മീറ്റിംഗിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങള് ഹല്ലേലൂയ സ്തോത്രം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് രാത്രി ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇന്ന് രാത്രി നമ്മൾ ജാഗരിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അത് നമുക്ക് മനസ്സിലാകുകയില്ല. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവവചനം ഒന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തി തരുമ്പോൾ, അതിന്റെ ആഴമായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തി തരുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ചൈതന്യവും ഒരു പുതിയ വഴിയിലേക്ക് നമ്മളെ നടത്താൻ അത് ദൈവത്തിന്റെ വചനം ശക്തമുള്ളതാകയാൽ ഇന്ന് രാത്രി നമ്മൾ ദൈവസന്നിധിയിൽ, നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു പുതുക്കം കൊണ്ടുവരാൻ, ഒരു പ്രവർത്തനം നടക്കാൻ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. നമ്മൾ ആരും പൂർണ്ണരല്ല, എല്ലാവരിലും കുറവുള്ളവരാ. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ, യേശുവിന്റെ ചോരയാൽ നമ്മളെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങൾ മാറി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആഴമായിട്ടുള്ള കാര്യങ്ങൾ, മർമ്മങ്ങളൊക്കെ മനസ്സിലാക്കി തരും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ ഇരുന്നവർക്ക് മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജഡം. പലപ്പോഴും നമ്മൾ പാപം പിശാച്, ജഡവും പാപവും പിശാച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴുക്കത്തിൽ അതങ്ങ് വിട്ടുപോകുന്നത്. പക്ഷെ ജഡത്തെ ശരിക്കും നമ്മൾ ആഴമായിട്ട് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊരു ജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു 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 തടസ്സം എപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ശരിയായിട്ടും നമ്മൾ കർത്താവിനെ സ്നേഹിച്ചും ആരാധിച്ചും ഒക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷെ ചില സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു ഒരു വിൽഡർനെസ്സിനെ പോലുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു സോഷിപ്പിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാത്തോണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും ഒരു 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 കൺസിസ്റ്റൻസി ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ആയി പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ എല്ലാ മേളിലും ഇന്ന് രാത്രി നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്ന വചനം ശ്രദ്ധയോടെ നമ്മൾ ഇരുന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സ്ഥിരതയുണ്ടാകും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മൾ മനുഷ്യരെ ബ്ലെയിം ചെയ്യുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫ്ലോപ്പ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചില സിറ്റുവേഷൻസിനെ, ചില സാഹചര്യങ്ങളെ നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട്, കുറ്റം വിധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള കാരണം ഇവരാരുമല്ല. പക്ഷെ അതിലും വലിയതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിലുണ്ട്. ആ ശത്രുവിനെ നമ്മൾ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമുക്ക് ബോധ്യം തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വെളിപ്പാട് 2:24 അത് പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം. നിങ്ങൾ സാത്താന്റെ ആഴങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഒരു ധ്വനി നമുക്ക് അവിടെ കേൾക്കാം. അവിടെ പറയുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സാത്താന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ശരിയായിട്ടുമുള്ള ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥനയോട് നമ്മൾ ആയിരിക്കാം. സാത്താന് ഒരു പ്രശ്നമില്ല. നമ്മൾ എത്ര വചനം വായിച്ചാലും, നമ്മൾ എത്ര ചർച്ച് ആക്ടിവിറ്റീസ് ചെയ്താലും, ചർച്ചിന്റെ കാര്യങ്ങൾ ചെയ്താലും സാത്താന് ഒരു പ്രശ്നവുമില്ല നമ്മൾ അതെല്ലാം ചെയ്യുമ്പോൾ. പക്ഷെ സാത്താന് നമ്മൾ വീഴുന്ന ചില സിറ്റുവേഷനെ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഫാക്ടർ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എവിടെ നമ്മൾക്ക് ചോർച്ച വരുന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, പിശാചിന് അത് വലിയൊരു പ്രോബ്ലമാ, ഒരു തടസ്സമാ. അത് നമ്മളെ ഒരിക്കലും വെളിപ്പെടുത്താൻ അവൻ അനുവദിക്കത്തുമില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ, ജഡത്തിന്റെ വിഷയം പഠിക്കുമ്പോൾ,
നമ്മൾ ഒത്തിരി പ്രാർത്ഥനയോടായിരിക്കാം. നിങ്ങളെ ഈ മെസ്സേജ് കേൾപ്പിക്കത്തില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മൾ 1 തെസ്സലോനി 5:23 ഉള്ള വാക്യം, ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണാൻ കഴിയും, മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് എത്ര ഘടകമാ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയതെന്ന് നമുക്ക് വായിക്കാം. 1 തെസ്സലോനി 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. ആമേൻ. അപ്പൊ ഇവിടെ 3 ഘടകമാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം. അത് വെരി ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എന്തോ 3 കാര്യം എന്തോ, നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ വായിച്ച് 23 വാക്യം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം. ആത്മാവും പ്രാണനും ദേഹവും, അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവും, ഇത് 3 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഏറ്റവും ഉത്തമമായിട്ടുള്ള സൃഷ്ടി ഹല്ലേലൂയ മനുഷ്യൻ തന്നെയാ. ഹല്ലേലൂയ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോ അത് ഉൽപ്പത്തി 1:26 വാക്യത്തിനകത്ത് ഹല്ലേലൂയ മനുഷ്യന്റെ സൃഷ്ടി ദൈവം ഹല്ലേലൂയ സൃഷ്ടിച്ചപ്പോ ബാക്കിയെല്ലാം സൃഷ്ടിച്ചപ്പോൾ ദൈവം സൃഷ്ടിച്ചത് വാക്കിനാൽ സൃഷ്ടിച്ചപ്പോൾ ഹല്ലേലൂയ മനുഷ്യനെ ഹല്ലേലൂയ ദൈവം സൃഷ്ടിച്ച സൃഷ്ടി നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി 1:26 ദൈവം പറഞ്ഞു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പം ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആ ദൈവം ഹല്ലേലൂയ സൃഷ്ടിച്ച്, സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ സ്വന്തം സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശ്വാസം 2:7 എന്ന് വായിച്ച്. ഉൽപ്പത്തി 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ജീവശ്വാസം, കറക്റ്റ്. അപ്പം മൂക്കിൽ ജീവശ്വാസം, ജീവന്റെ ശ്വാസമൂതി. ഈ ജീവശ്വാസം, ജീവൻ എന്ന് പറയുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവം തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഹല്ലേലൂയ വന്നു. കണ്ടോ? അപ്പൊ ജീവശ്വാസമൂതി അവരെന്തോ ആയിത്തീരുന്നു? ജീവനുള്ള ദേഹി. അങ്ങനെ ബൈബിളിനകത്ത് പറയുന്നത് ആയിത്തീരുന്നു, ജീവനുള്ള ദേഹി. അപ്പൊ ജീവനുള്ള ദേഹി ഉണ്ടെങ്കിൽ മരണമുള്ള ദേഹിയും കാണും. ജീവനുള്ള ദേഹി, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തോ ആയിരിക്കും? മരണമുള്ള ദേഹി. അപ്പൊ ജീവനുള്ള ദേഹി ആയത് എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ ശ്വാസം അവനിൽ ഊതിക്കഴിഞ്ഞപ്പോൾ ജീവനുള്ള ദേഹിയായി മാറി. അപ്പം ദൈവത്തിന്റെ സ്വരൂപം, സാദൃശ്യവും ഇത് 2 മനുഷ്യനിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെയാ നമ്മളിൽ ഹല്ലേലൂയ ഓരോരുത്തരിലും ഹല്ലേലൂയ വന്നത്. ആ പുതിയ മനുഷ്യനാ നമ്മളിൽ ഹല്ലേലൂയ വന്നത്. അതുകൊണ്ട് നമ്മൾ എഫിഷ്യൻസിനകത്ത് വായിക്കുമ്പോഴും ഹല്ലേലൂയ നമ്മൾ താഴോട്ട് നമുക്ക് വായിക്കാം, അവിടെ നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാകും പിന്നെ ഹല്ലേലൂയ. അതുകൊണ്ട് ജീവനുള്ള ദേഹി മനുഷ്യനിൽ വന്നു. അവൻ ജീവനുള്ള, ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിൽ വന്നു, ജീവനുള്ള ദേഹി ആയി മാറി എന്നാ പറയുന്നത്. അപ്പം ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ആത്മീയനായിരുന്നു, ആത്മീയ മനുഷ്യനായിരുന്നു. പക്ഷെ ആത്മാവിലുള്ള മനുഷ്യന് ഒരു ചെറിയ ശരീരവും ഉണ്ടായിരുന്നു. ആത്മാവിലുള്ള മനുഷ്യന് ശരീരവും ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ശരീരത്തിന്റെ നഗ്നത
ദൈവത്തിന്റെ അകത്തെ സാദൃശ്യവും സ്വരൂപവും ദൈവത്തിന്റെ അവന്റെ ഉള്ളിലുണ്ടായവർ നമ്മുടെ ആത്മാവിൽ ഉണ്ടായോണ്ട് ആ തേജസ് കാരണം അവന്റെ നഗ്നത മറഞ്ഞിരുന്നു. അതാ ദൈവത്തിന്റെ വചനം നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ. അപ്പം നാല് കമ്പോണൻസ്, 4 കാര്യമാണ് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 4 കമ്പോണൻസ് മനുഷ്യന്റെ അകത്ത്. ദേഹം, ദേഹി, ആത്മാവ്, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും മനുഷ്യന്റെ ഉള്ളിൽ. ഈ സാദൃശ്യവും സ്വരൂപവും എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. ഇപ്പം ദൈവം തന്ന സ്വരൂപവും അതിന്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങൾ മനുഷ്യനിലുണ്ടായിരുന്നു. എല്ലാ നല്ല ഗുണങ്ങളും മനുഷ്യനുണ്ടായി. ഇപ്പം നമ്മുടെ ഭവനത്തിൽ ഒരു വ്യക്തി വരുവാണെങ്കിൽ ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ സകല ഗുണങ്ങളും നമ്മളിൽ ഓരോരുത്തരിലും പ്രദർശിപ്പിക്കും. അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലും ഫ്ലോ ആകും അവന്റെ എല്ലാം. അതുപോലെ തന്നെ ദൈവം മനുഷ്യന്റെ ആത്മാവിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മാത്രമല്ല പ്രകാശമായത്, മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും അങ്ങോട്ട് ഫ്ലോ ആകാൻ തുടങ്ങി. സ്തോത്രം. അതാ സാദൃശ്യവും സ്വരൂപവും ദൈവം മനുഷ്യന്റെ ആത്മാവിൽ തന്നെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മൃഗത്തിൽ കൊടുത്തിട്ടില്ല. ബാക്കി ഒരു സൃഷ്ടിയുടെ മേളിലും ദൈവം അത് കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രം കൊടുത്ത് സ്തോത്രം ഒരു പ്രിവിലേജ് ആ ദൈവം അവിടെ കാണിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം അത് കാണിക്കാൻ പറ്റൂല. സ്തോത്രം. നമ്മുടെ സമയം പോവുമല്ലോ. അതുകൊണ്ട് സ്തോത്രം. നമ്മുടെ പ്രാണൻ, ആത്മാവ്, ശരീരം. പ്രാണൻ, ആത്മാവ്, ശരീരം. പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ സോളാണ്. ഇംഗ്ലീഷിൽ അതിന് സോൾ എന്ന് പറയും. പ്രാണനിലാണ് നമ്മുടെ ബുദ്ധി ഇരിക്കുന്നത്, മനസ്സിരിക്കുന്നത്. പ്രാണനിലാണ് നമ്മുടെ വികാരങ്ങൾ ഇരിക്കുന്നത്, നമ്മുടെ പ്രാണനിലാണ്. അപ്പം മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ മനുഷ്യന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾ ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിച്ച ഒരു ജീവിതമായിരുന്നു ഏദൻ തോട്ടത്തിൽ ജീവിതം. ഒന്നുകൂടി പറയാം. മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ വികാരങ്ങൾ, അവന്റെ അകത്തുള്ള ആത്മാവിനെ വിധേയപ്പെട്ട്, ആത്മാവിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപത്തെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഏദൻ തോട്ടത്തിലുള്ള ജീവിതം. ഹല്ലേലൂയ. അതാ ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു ജീവിതം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി നമ്മുടെ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യന് ഒരു വിഷയത്തിലും കുറവ് വന്നില്ല. മനുഷ്യന് ഒരു ബുദ്ധിമുട്ടും ഏദൻ തോട്ടത്തിൽ ഉണ്ടായില്ല. എന്താ? അവന്റെ ബുദ്ധിയെ ദൈവത്തോട് വിനയപ്പെട്ടു കൊടുത്തു, താഴ്ത്തി കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് എന്തോ പറ്റി? ദൈവം കാര്യങ്ങൾ ഏറ്റെടുത്തു. ഇന്നും നമ്മുടെ ബുദ്ധി പലപ്പോഴും പ്രയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവുണ്ടാകാന്നുള്ളത്. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവത്തോട് നമ്മൾ വിനയപ്പെട്ട് കൊടുത്തു കഴിയുമ്പോൾ, നമ്മുടെ ബുദ്ധി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിനയപ്പെട്ട് കൊടുക്കുമ്പോൾ, അവന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറവ് വരത്തില്ല. ഹല്ലേലൂയ. അതാ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പം ഹല്ലേലൂയ, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പൂർണ്ണമായിട്ട് അവന്റെ മനസ്സ്, അവന്റെ ചിന്ത, അവന്റെ ബുദ്ധി, അവന്റെ ഇമോഷൻസ് എല്ലാം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തെ വിധേയപ്പെട്ട്
കൊടുത്തു. ഹല്ലേലൂയ, അതാ നമ്മള് വായിക്കുന്നത്. പക്ഷെ ഹല്ലേലൂയ, ഒരു സംഭവം അവിടെ നടന്നു. ജഡം പഠിക്കേണ്ടത് ഒത്തിരി അത്യാവശ്യമാണ്. നമ്മൾ ജഡത്തെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ജയിക്കാൻ പറ്റത്തില്ല. ജഡം അറിഞ്ഞില്ലെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാണെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം, രക്ഷയ്ക്ക് 3 ഭാഗമാ ഉള്ളത്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഇത് 3ഉം ക്ലിയർ ചെയ്തില്ലാതെ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. രക്ഷിക്കപ്പെട്ടോണ്ട് നമ്മൾ ഹല്ലേലൂയ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. എല്ലാ ദിവസവും രക്ഷിക്കപ്പെടണം, എല്ലാ ദിവസവും വിശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ എല്ലാ ദിവസവും വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ശത്രു അതിനെ അറിയണം. തിരിച്ചറിയാതെ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ഹല്ലേലൂയ, ജഡത്തെ അറിയേണ്ടത് ഒത്തിരി അത്യാവശ്യമായിട്ടുള്ള ഒരു ഹല്ലേലൂയ ഒരു ആവശ്യമാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവും ദൈവത്തിന്റെ സംസർഗവും മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 3-ാം അധ്യായം ഉൽപ്പത്തി 3:1 വായിക്കുമ്പോൾ അങ്ങനെ എന്തുവാ എഴുതിയേക്കുന്നത്? 1, 2, 3. ഉൽപ്പത്തി 3:1, 2, 3. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാട്ടിലും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ച്? സ്ത്രീയുടെ അടുത്ത് വന്ന് പിശാച് അല്ലെങ്കിൽ സർപ്പം ചോദിച്ച ഒരു ചോദ്യമാ, ശരിക്കും ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത് കഴിക്കല്ലേന്ന്? എല്ലാ വൃക്ഷത്തിനും കഴിക്കല്ലേന്ന് അല്ലെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഔവ്വ ചെയ്യേണ്ടത് എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളിൽ ഉള്ള ദൈവത്തോട് ചോദിക്കണമായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഉള്ളിൽ സാദൃശ്യം സ്വരൂപത്തിൽ വന്ന ദൈവത്തിന്റെ തേജസ്സിനോട് ഇത്രയും ദിവസം എല്ലാം ചോദിച്ച് നടന്ന മനുഷ്യൻ അന്ന് അവളെ ചോദിച്ചില്ല. ഹല്ലേലൂയ. എന്താ ചോദിച്ചത്? ശരിക്കും ദൈവം, ഒന്നുകൂടെ വായിച്ചത്, did God really say you must not eat from any tree in the garden? ഹല്ലേലൂയ. ആ പ്രശ്നം, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് സ്ത്രീ പറയേണ്ടത് യെസ്സോ നോ പറഞ്ഞിട്ട് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നീ ആരാ ചോദിക്കാന്ന് പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അതിലും മുമ്പേ ദൈവത്തോട് ചോദിക്കേണ്ടി, അവന്റെ സാദൃശ്യം സ്വഭാവം അവളുടെ ആത്മാവിലുള്ള ദൈവത്തോട് അവൾ ചോദിച്ചില്ല. ഹല്ലേലൂയ. അവൾ എന്തോ ചെയ്തു? അവള് റിസീവ് ചെയ്തു. അല്ലെ, സാത്താൻ പറഞ്ഞ വാക്കിനെ എന്തോ ചെയ്തു? അല്ലെ, സ്ത്രീ എന്തോ ചെയ്തു? റിസീവ് ചെയ്തു. എന്നിട്ട് 2-ാമത്തെ 3-ാമത്തെ സ്ത്രീ എന്തോ പറഞ്ഞു? തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് തിന്നുകയും വെറുതെ തൊടുകയും ചെയ്യല്ലേന്ന് ഹല്ലേലൂയ സ്ത്രീ പറഞ്ഞു. അപ്പൊ സ്ത്രീയുടെ ആ വിസ്താരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. സാത്താൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു, ഒരു ചെറിയ കാര്യം ഇട്ട് കൊടുത്തപ്പം സ്ത്രീ വലിയതായിട്ട് അതിന്റെ പൂർണ്ണമായിട്ട് ഡിസ്ക്രിപ്ഷൻ സ്ത്രീ കൊടുത്തു. അപ്പം ഈ സംസാരത്തിൽ, ബിക്കോസ് അവളും ആത്മീയ മനുഷ്യത്തിയാവളും, ഹല്ലേലൂയ. അതുപോലെ പിശാചും ആത്മാവാ. അപ്പൊ ആത്മാവിനോടുള്ള ഒരു സംസർഗം അവിടെ നടന്നു. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് നീ അങ്ങ് തിന്നാൻ തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അപ്പം അവള് പറഞ്ഞത് എന്തുവാ? ഹല്ലേലൂയ. നടുക്കത്തെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം കഴിക്കല്ലേ, ബാക്കിയെല്ലാം കഴിക്കാം എന്നാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് സാത്താൻ എന്തോ പറയുന്നത്? 4-ാമത്തെ വാക്യം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. കണ്ടോ?
ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദൈവം വെച്ച വ്യവസ്ഥയിന്ന് ഹല്ലേലൂയ പിശാച് വന്ന് ഹല്ലേലൂയ സാത്താൻ വന്ന് പറയുന്നത്, ദൈവം പറയുന്നതെല്ലാം നീ ചെയ്യേണ്ട ആവശ്യമില്ല, നീ മരിക്കയില്ല, നീ അത് കഴിച്ചാൽ എന്തോ പറ്റും, നീ ദൈവത്തെ പോലാകുന്ന അടുത്ത വാക്യം അത് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെ ആകും. അങ്ങനെ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം നമ്മളെ പഠിപ്പിക്കും. അപ്പൊ 1, 2, 3, 4, 3 വാക്യങ്ങളിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പിശാച് എന്തോ ചെയ്യുന്നത്, ഹല്ലേലൂയ അവന്റെ വിത്ത് അങ്ങോട്ട് വിതയ്ക്കുന്നു. ഹല്ലേലൂയ സ്ത്രീ എന്തോ ചെയ്യുന്നു, ആ വിത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ വിത്തിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തോ പറ്റി, അവൾ ഒരു ഗർഭം ധരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതാ ദൈവത്തിന്റെ വചനം പറയുന്ന 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ സ്ത്രീ എല്ലാ ദിവസവും കാണുന്ന ആ ഫലം, ഹല്ലേലൂയ ഈ 5 വാക്യം കഴിഞ്ഞപ്പോൾ അതേ ഫലം എല്ലാ ദിവസവും ഞാൻ ചിന്തിക്കുന്നത്, ഈ സ്ത്രീയും ആദാമും ഹവ്വയും രണ്ടുപേരും ഹല്ലേലൂയ ഈ വൃക്ഷത്തെ നോക്കി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാറുണ്ടായിരുന്നായിരിക്കാം. ഹല്ലേലൂയ ദൈവം നമുക്ക് വെച്ചേക്കുന്ന വ്യവസ്ഥയാ, ഇതെല്ലാം അനുഭവിക്കാം, പക്ഷെ ഇത് നമ്മൾ കഴിക്കാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു വ്യവസ്ഥ ദൈവം വെച്ചത്, ആ വ്യവസ്ഥയെ നോക്കി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് എന്തുമാത്രം പ്രൊവിഷൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഹല്ലേലൂയ ഈ ഫലം, ഹല്ലേലൂയ കാണുന്ന ഈ ഫലം ഞാൻ കഴിക്കാൻ പാടില്ല. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൽപ്പന ഹല്ലേലൂയ കണ്ട് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷെ ജഡം ആ ഉള്ളിൽ ഹല്ലേലൂയ പിശാച് ഒരു വിത്തിട്ട് കഴിഞ്ഞപ്പോൾ, അവിടെ ഉള്ളിൽ എന്തോ ഒരു ജനനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, 6-ാമത്തെ വാക്യം എന്തോ വായിക്കുന്നേ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. കണ്ടോ, ഭർത്താവിനും കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് പറയുന്നത് ഭർത്താവ് അവിടെ തൊട്ട് സൈഡിലുണ്ടായിരുന്നു, ഹു വാസ് വിത്ത് ഹെർ, അങ്ങനെ പറയുന്നത്. അപ്പൊ ഭർത്താവും ഉണ്ട് ആ സമയത്ത്. ഹല്ലേലൂയ ഇതെല്ലാം നടക്കുമ്പോൾ ഭർത്താവും ഉണ്ട്, ഭർത്താവ് വിലക്കിയില്ല ആ സമയത്ത്. അപ്പം സ്ത്രീ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവളിൽ എന്തോ പറ്റി, ഒരു ജനനം നടന്നു. ഹല്ലേലൂയ നമ്മള് ഫിസിക്കൽ ലൈഫിലും അതുപോലെ ആയിരിക്കുന്നത്. ഒരു സ്ത്രീ പുരുഷന്റെ ബീജം റിസീവ് ചെയ്യുമ്പോൾ അവിടെ ഉള്ളിൽ എന്തോ പറ്റും, ജനനമുണ്ടാകും, ഒരു കൊച്ചു ജനിക്കും. അത് കൺസീവ് ആയി കഴിയുമ്പോൾ ഹല്ലേലൂയ രൂപം അതിന്റെ 9 മാസത്തെ ഹല്ലേലൂയ ഒരു ഡെവലപ്മെന്റ് ആയി കഴിയുമ്പോൾ ഹല്ലേലൂയ ആ കൊച്ചു പുറത്തു വരും. അതുപോലെ തന്നെയാ ഏദൻ തോട്ടത്തിൽ നടന്നത്. ആത്മാവിൽ ഒരു സംസർഗം നടന്നു. സ്ത്രീയും ഹല്ലേലൂയ പിശാചും സർപ്പന്റിലും ഒരു സംസർഗം നടന്നതിന്റെ ഫലമാ ഹല്ലേലൂയ ജഡം നമ്മൾ ഓരോരുത്തരിലും ഉള്ളത്. ഹല്ലേലൂയ സ്ത്രീ ഹല്ലേലൂയ അതുകൊണ്ട് എന്ത് പറ്റി, അവള് യാക്കോബ് 1:15 നമ്മൾ വായിക്കുമ്പോൾ ഇതേ സിനാരിയോയാ ഹല്ലേലൂയ നമ്മൾ യാക്കോബ് 5 അവിടെ ഉള്ളിൽ ഹല്ലേലൂയ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നു, അയ്യോ ഈ ഫലം ഒന്ന് കഴിച്ചാൽ ചിലപ്പം നമ്മൾ ദൈവത്തെ പോലെ ആകും, അല്ലെങ്കിൽ ഈ ഫലം കഴിച്ചാൽ ചിലപ്പം നമ്മുടെ കണ്ണുകൾ തുറക്കും. ഈ ആഗ്രഹം അവിടെ ഉള്ളിൽ ഹല്ലേലൂയ ബോൺ ആയത് ഈ ജഡം വന്നുകൊണ്ട് മാത്രമാ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാ 1:15 യാക്കോബ് 1:15 പറയുന്നത് എന്തുവാ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഒരു മിനിറ്റ്, മോഹം എന്തോ മോളെ ഒന്നുകൂടെ വായിച്ചത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. മോഹം ഗർഭം ധരിച്ചു. കണ്ടോ, മോഹം, the lust hallelujah was conceived hallelujah in her. Hallelujah. So desire was conceived. When the desire was fulfilled, അങ്ങനെ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം പറയുന്നത്. അപ്പം ആ ഡിസയർ അവള് നമ്മൾ എങ്ങനെ ഫിസിക്കലി ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ തന്നെ ആത്മാവിലും നടക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരാളിനെ അറിയത്തില്ലെന്ന് വെച്ചു, അപ്പൊ അവനോടുള്ള നമുക്ക് ഒരു അറിവില്ലെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഇല്ല അവനോട്.
പക്ഷെ നമ്മൾ പെതുക്കെ ഒരു മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവും അവന്റെ ആത്മാവിലും ആ ഫെലോഷിപ്പ് ഇരിക്കുന്നത്. അപ്പൊ ഒരു സംസർഗം ഉണ്ടാകും, ഒരു കൂട്ടായ്മ ഉണ്ടാകും. ഹല്ലേലൂയ. അതുപോലെ തന്നെ സെയിം നടന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിന്റെ സ്വരൂപത്തോട് അവർ ചോദിക്കാതെ, അവർ പിശാചിന്റെ വാക്ക് കേട്ടു, പിശാചിന്റെ വാക്ക് ഗ്രഹിച്ചു, പിശാചിന്റെ വാക്ക് അനുസരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എന്തോ പറ്റി? അവരിൽ ഗർഭം ധരിച്ചത് എന്തുവാ? ആ ലസ്റ്റ്, മോഹം ഗർഭം ധരിച്ചു. അത് പാപത്തിലേക്ക് കൊണ്ടുപോയി, പാപത്തിൽ നിന്ന് അത് മരണത്തിലേക്ക് കൊണ്ടുപോയി. അതാ യാക്കോബ് 1:15 നമ്മൾ വായിക്കുന്നു. ഒന്നുകൂടെ വായിച്ചത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. കണ്ടോ? ഹല്ലേലൂയ. അത് മരണത്തിലേക്ക് കൊണ്ടുപോയി. അപ്പം ഔവ്വ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ അവളിൽ ഒരു ആഗ്രഹമുണ്ടായി. ഫലം എല്ലാ ദിവസവും കാണുന്ന ഫലത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടായി. എന്നിട്ട് എന്തോ ചെയ്തു? അവൾ പോയി അതിനെ പറിച്ചു കഴിഞ്ഞിട്ട് എന്തോ പറ്റി? അതിനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി? ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും അവരുടെ ഉള്ളിൽ നിന്ന് കടന്നുപോയി. മരണമുണ്ടായി. ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യനിൽ നിന്ന് വിട്ടുപോയി. എന്തോ പറ്റി? മരണമുണ്ടായി. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെത്ത് അല്ല അവിടെ നടന്നത്, ഒരു സ്പിരിച്വൽ ഡീപാർട്ടേഷനാണ് നടന്നത്. ദൈവത്തിന്റെ കമ്മ്യൂണിയൻ അവരിൽ നിന്ന് വിട്ടുപോയി. സംസർഗം വിട്ടുപോയി മനുഷ്യനിൽ നിന്ന്. അതുകൊണ്ട് റോമൻസ് 8:8 പറയുന്നുണ്ട് വെരി ക്ലിയർലി. അത് പറയുന്നത് ജഡപ്രകാരം നീ ജീവിച്ചാൽ, ജഡം നിന്നെ ഡോമിനേറ്റ് ചെയ്താൽ നീ ഒരിക്കലും ദൈവം അത് നിന്നോട് പ്രസാദിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ സെൽഫിഷ്നെസ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്കറിയാം സെൽഫിഷ് എന്തോ ആണ്. ഹല്ലേലൂയ. അത് അവന്റെ ഉള്ളിലുള്ള ജഡമാ. ഈ ജഡം നമ്മൾ മരിക്കുന്ന വരെ ഈ ജഡം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ എത്ര വിശുദ്ധരാണെങ്കിലും, ഹല്ലേലൂയ, എത്ര വലിയ ഹല്ലേലൂയ ക്രൂസൈഡർ ആണെങ്കിലും, പ്രീച്ചർ ആണെങ്കിലും, പാസ്റ്റർ ആണെങ്കിലും, ഈ ജഡത്തോട് എല്ലാവർക്കും യുദ്ധമുണ്ട്. ഈ ജഡത്തെ ജയിക്കുന്നതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് കിരീടവും കിട്ടാൻ പോകുന്നത് സ്വർഗത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ജയിക്കേണ്ടത് മാൻഡേറ്ററി, ഓപ്ഷണൽ അല്ല, മാൻഡേറ്ററിയാ, കമ്പൽസറിയാ. എല്ലാ ബോൺ അഗെയിൻ ബിലീവേഴ്സ് നിങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയണം. ഇത് സാത്താന്റെ കുഞ്ഞാ നമ്മുടെ ഓരോരുത്തരുടെയും അകത്ത്. അല്ലെങ്കിൽ ഇത് ദൈവമായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ദൈവം പൂർണ്ണമായിട്ട് നല്ലതായിട്ട് ആ മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷെ ജഡം പിശാചിന്റെ ഒരു വിത്ത് നമ്മളിൽ ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും അതിലുള്ള യുദ്ധമുണ്ട്. അതുകൊണ്ട് നമ്മള് ബൈബിളിനകത്ത് പറയുമ്പോൾ ഉൽപ്പത്തി 6:5 നമ്മൾ വായിക്കുമ്പോൾ നമ്മള് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി മനുഷ്യനെ നോക്കിയിട്ട് എന്തോ പറയുന്നത്? ഉൽപ്പത്തി 6:5 വായിച്ച്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. എല്ലായ്പ്പോഴും ദോഷമുള്ളത് അവന്റെ ചിന്ത. ആരാ പറയുന്നത്? ദൈവമാ പറയുന്നത്. എപ്പോ പറയുന്നത്? സ്വർഗത്തിൽ നോക്കി പറയുക. ആദാം ഹവ്വായെ ദൈവം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയപ്പം പറഞ്ഞിട്ടില്ല. പക്ഷെ ജഡം അവന്റെ ഉള്ളിൽ ജനനമെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് പറയുന്നത് എന്തുവാ? എപ്പോഴും അവനിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ബാഡ് തോട്ട്സ് ഉള്ള മനുഷ്യൻ. ഒന്നുകൂടെ വായിച്ചോളെ. 6:5. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അവന്റെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷം ഉള്ളത് തന്നെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ജഡത്തെ നോക്കിയ ദൈവം പറയുന്ന മനുഷ്യൻ കറപ്റ്റായി പോയി. എപ്പോഴും അവൻ എത്ര നല്ല ചിന്തിച്ചാലും ഹല്ലേലൂയ ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം, അതൊരു കറപ്പരണ്ടിയ ഒരു പുസ്തകം പോലെ തന്നെ
ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാ 36:3 കൂടെ ഒന്ന് വായിച്ചേ. 6:3. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. അപ്പം അവൻ ജഡം തന്നെ അല്ലോ. അതുകൊണ്ട് അവന്റെ ആയുസ് എത്രയായി? 120. പക്ഷെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ നിത്യമായിട്ട് ജീവിക്കാനാ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷേ ജഡം വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ആയുസ് എത്രയായി? 120. ചുരുക്കി ദൈവം നിത്യമായിട്ട് ജീവിക്കാൻ പറ്റൂല്ല ഇനി മനുഷ്യന്. അവനിൽ ജഡം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഇവൻ ജഡമല്ലയോ. ഈ ജഡമല്ലയോ എന്ന് പറയുമ്പോൾ ശരീരമല്ലയോ എന്നല്ല അതിന്റെ അർത്ഥം. ജഡമല്ലയോ എന്ന് പറയുമ്പോൾ ജഡം പാപമായിട്ട് ജഡം അവനിൽ വന്നു. അതുകൊണ്ട് 120 വർഷം അവൻ ജീവിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് സാത്താന്റെ കുഞ്ഞ് നമ്മളിൽ ഓരോരുത്തരിലും സ്തോത്രം ഉണ്ട്. അത് പഴയ നിയമ വിശ്വാസികൾക്ക് ആർക്കും അതിനെ ജയിക്കാൻ പറ്റിയില്ല. ജഡത്തെ ജയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സെയിൻസിനും പറ്റിയില്ല. ബിക്കോസ് അവന്റെ ആത്മാവ് ഇരുട്ടിലായിരുന്നു. സംസർഗം, ദൈവത്തോടുള്ള സംസർഗവും സാദൃശ്യം മനുഷ്യനെ പോയി കഴിഞ്ഞപ്പോൾ ആ ആത്മാവിൽ ഇരുട്ടായി. ആ ഇരുട്ടുള്ള ആത്മാവ് ഇരുട്ടുള്ള ഒരു വ്യക്തിക്ക്, ദൈവത്തോട് സംസർഗമില്ലാത്ത ഒരു വ്യക്തിക്ക് ജഡം എന്തോ ചെയ്തു? അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരിലും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മളിൽ ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി? നമ്മളിൽ അതേ സാദൃശ്യം, അതേ സ്വരൂപം നമ്മളിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിൽ ഓരോരുത്തരിലും പിന്നെ മുഴുവായി. അതുകൊണ്ട് എഫിഷ്യൻസ് 4:24 നമ്മൾ വായിക്കുന്നുണ്ട്. എഫിഷ്യൻസ് 4:24 ഒന്ന് വായിച്ചേ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു. ദൈവാനുരൂപമായി, കണ്ടോ? ദൈവത്തിന്റെ രൂപം പിന്നെ മനുഷ്യനിൽ തിരിച്ചു വന്നു ക്രിസ്തു മുഖാന്തരം. കർത്താവായി ഒന്നുകൂടെ വായിച്ച മോളേത്? 24. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളു. ആമേൻ. കണ്ടോ? അപ്പൊ ഒരു സൃഷ്ടിയും അവിടെ പിന്നെ നടന്നു. ഏത് സൃഷ്ടി? നമ്മുടെ ആത്മാവിൽ കർത്താവായ യേശു ക്രിസ്തു ഉരുവായി, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപം ഒരു പ്രാവശ്യം കൂടെ മനുഷ്യനിൽ വന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് ദൈവത്തിന്റെ സത്യത്തിലും നീതിയിലും ഉള്ള ദൈവത്തിന്റെ സ്വരൂപം മനുഷ്യനിൽ ഒരു പ്രാവശ്യം കൂടെ വന്നു. നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം ജഡം വന്നതിന്റെ കാരണം, പാപം വന്നതിന്റെ കാരണം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സ്വരൂപം അവന്റെ ജീവിതത്തിൽ നിന്ന് പോയി. അവൻ നഗ്നനായ പോലെ പോയി. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു വന്ന് ഹല്ലേലൂയ നമ്മളിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു റീസ്റ്റോറേഷൻ നടത്തി, റീകൺസിലിയേഷൻ നടത്തി. ഒരു പ്രാവശ്യം കൂടെ അവന്റെ സ്വരൂപം നമ്മളിൽ ഒരു പ്രാവശ്യം കൂടെ ഇംപ്രിന്റ് ചെയ്തു, നമ്മുടെ ആത്മാവിനെ വെളിച്ചമാക്കി. ഹല്ലേലൂയ. പക്ഷെ ജഡം ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ജഡത്തെ അന്ത്യസമയം വരെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ഈ ജഡം നമ്മുടെ കൂടെ പിന്തുടരും. അതിനെ ജയിച്ച് ഓരോ ദിവസം ജഡത്തെ ജയിക്കുന്നവൻ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ മധ്യാകാശത്തിൽ പറന്നു പോകത്തുള്ളൂ. ഹല്ലേലൂയ. ജയിക്കാത്തവൻ ആർക്കും ഹല്ലേലൂയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ആ മധ്യാകാശത്തിൽ ഒരു അവകാശം ഇല്ല. ഹല്ലേലൂയ. ചിലർ ചോദിക്കാനുണ്ട്,
വിശ്വാസം ജീവിതം ജീവിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അല്ല അത് മതിയല്ലോ, പിന്നെ എന്തിനാ ഞാൻ ജഡത്തെ ജയിക്കേണ്ട ആവശ്യം? അങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ. പോയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് 3 ഘടകമാ. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അന്നേരമേ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. 3 സ്റ്റേജും നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ കർത്താവിന്റെ കൂടെ നമ്മൾ ഹല്ലേലൂയ കർത്താവിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ഈ ജഡത്തെ ജയിക്കാൻ ഒക്കത്തുള്ളൂ. ഒന്ന്, വീണ്ടെടുക്കപ്പെട്ടവൻ. യു ഷുഡ് ബി ബോൺ അഗെയിൻ. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ, ബോൺ അഗെയിൻ മാത്രം പോരാ, നീ ആത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. ആത്മാവിനെ നിറയപ്പെട്ട് മാത്രം പോരാ, നീ ആത്മാവിനെ അനുസരിക്കുന്ന ജീവിതമുള്ള ഒരു മനുഷ്യനായിരിക്കണം. അപ്പം ഈ 2 കണ്ടീഷൻ ജഡത്തെ ജയിക്കാനുള്ള പ്രീ ക്വാളിഫിക്കേഷനാ. ഒന്ന്, നീ വീണ്ടെടുക്കപ്പെട്ടവൻ. യു ഷുഡ് ബി എ ബോൺ അഗെയിൻ, സേവ്ഡ്, ആൻഡ് യു ഷുഡ് ബി സേവ്ഡ് പേഴ്സൺ. യു ഷുഡ് ബി എ ബോൺ അഗെയിൻ പേഴ്സൺ. 2, നീ ആത്മാവിൽ നിറയപ്പെട്ട ഇൻഫിൽഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് നീ പ്രാപിക്കണം ജഡത്തെ ജയിക്കണമെങ്കിൽ. ഇത് 2ഉം നമ്മൾ ഓരോ ബോൺ അഗെയിൻ ബിലീവേഴ്സ്, ഓരോ വിശ്വാസികൾ ഇത് 2 ക്വാളിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണം. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ജഡത്തിനെ ജയിക്കാൻ ഒക്കത്തുള്ളൂ. ജഡം നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയത്തില്ല. അത് നമ്മൾ തിരിച്ചറിയണം. വെരി ഫാസ്റ്റ്ലി ഞാൻ പറയും. ഒരു 5 കാര്യം ഞാൻ പറയും ജഡം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ. 1, ജഡം നമ്മളെ സത്യവചനത്തിന് നമ്മുടെ കണ്ണ് മൂടിക്കളയും. യഥാർത്ഥമായിട്ട് സുവിശേഷത്തിന് ജഡം എപ്പോഴും നമ്മളെ പിന്തിരിക്കും. നമ്മളെപ്പോഴും ചിന്തിക്കണം, യഥാർത്ഥമായിട്ടുള്ള ഒരു ഗോസ്പൽ ഈസ് നോട്ട് എ വെരി ഈസി ഗോസ്പൽ. നമ്മുടെ ജഡത്തിന് അത് ഇഷ്ടമല്ല. നമ്മളോട് ആരെങ്കിലും കഷ്ടത എന്ന് പറയുമ്പോൾ ജഡം പറയും, ഇവിടുന്ന് പോ മോനെ, നീ അത് കേൾക്കണ്ട. ഇവൻ എപ്പോഴും ഒരു കഷ്ടതയും അതും പ്രയാസവും കാര്യം പറയുന്ന ഒരു ഗോസ്പൽ എനിക്ക് കേൾക്കുകയേ വേണ്ട. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടം അനുഭവിച്ചത്, ഇതെല്ലാം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം നീ കേൾക്കണ്ടെന്ന് ജഡം നമ്മളോട് പറയും, നമ്മുടെ ഉള്ളിൽ പറയും. അത് അത്രയും ഒന്നും നമ്മൾ ചെയ്യണ്ട, നമുക്ക് പോയാ മതി. ഹല്ലേലൂയ. അങ്ങനത്തെ ഒക്കെ കാര്യം നമ്മളോട് പറഞ്ഞിട്ട് സത്യവചനത്തിന് നമ്മളെ പിന്തിരിക്കും ഹല്ലേലൂയ ജഡം. അതുകൊണ്ട് 1 Corinthians 4:4 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 2 Corinthians 4:4 എനിക്ക് തോന്നുന്നു. അതിനകത്ത് പറയുന്നുണ്ട് ദാറ്റ് സുവിശേഷം വെളിപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിലെ പ്രഭു നമ്മുടെ മനസ്സിനെ കുരുടാക്കി വെച്ചെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം ഈ ലോകത്തിലെ ദൈവം നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ മൂടി വെച്ചതിന്റെ കാരണം നമ്മൾ സത്യവചനം നമ്മളിൽ പ്രകാശിക്കപ്പെടല്ലേ, അത് മാത്രം മതി. നീ വേറെ ഏത് അത്ഭുതത്തിന്റെ പുറകെ പൊയ്ക്കോ, അടയാളം കാണിക്കുന്നവന്റെ പുറകെ പൊയ്ക്കോ, നീ പ്രൊഫസി പറയുന്നവന്റെ പുറകെ പൊയ്ക്കോ, ഒരിക്കലും ജഡത്തിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ നീ സത്യവചനം നീ കേൾക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവൻ അവിടുന്ന് ഇളകാൻ തുടങ്ങും. അതുകൊണ്ട് സത്യവചനത്തിന്റെ എഗൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കേൾക്കുന്നവര് അല്ലെങ്കിൽ കർത്താവേ എനിക്ക് സത്യവചനം കേൾക്കണം, ജീവനുള്ള വചനം എനിക്ക് കേൾക്കണം എന്നൊരു തീരുമാനത്തോടെ വേണം ഇന്ന് രാത്രി നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകാൻ. അല്ലെങ്കിൽ സത്യവചനം കേൾക്കണം. ഹല്ലേലൂയ സ്തോത്രം. 2, ഹല്ലേലൂയ, ഈ ജഡം ചെയ്യുന്ന എന്തുവാന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ സ്ഥിരമായിട്ടുള്ള ഒരു സിറ്റിസൺ ആയിട്ടാണ് നമ്മളെ ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ജഡം ഒരിക്കലും നിന്നെ പരദേശിയായിട്ട് നിന്നെ മാറ്റാൻ അനുവദിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ഞാനൊരു പരദേശിയാണല്ലോ, ഞാനൊരു താൽക്കാലിക സമയത്ത് മാത്രമാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ആ ഒരു ബോധ്യം നിന്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയും ജഡം. ജഡം ആഗ്രഹിക്കുന്നത് നീ എന്നേക്കും ഇവിടെ നിൽക്കാനുള്ള ഒരു വ്യക്തിയാ. അതുകൊണ്ട് നീ ഇവിടെ നിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കി നീ ഇവിടെ തന്നെ നീ ജീവിച്ച് നീ ഇവിടെ തന്നെ നീ ഉയർച്ച പ്രാപിക്കണം. ഹല്ലേലൂയ. അതാ അവന്റെ ഒരു വലിയ ടെൻഡൻസി.
നമ്മുടെ ഉള്ളിൽ ഇടുന്നത്. അപ്പം നമ്മളെ പരദേശിയാക്കത്തില്ല. അബ്രഹാം ഇത്രയും ധനവാനായിട്ടും അവന് അറിയാം, ഈ കാണുന്ന നാടല്ല ആക്ച്വൽ നാട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയേക്കുന്ന ഒരു ഭയങ്കരമായിട്ടൊരു സ്ഥിരമായിട്ടുള്ളൊരു നാടുണ്ട്. അപ്പം സ്ഥിരമായിട്ടുള്ളൊരു നാടുള്ളപ്പം ഞാൻ എന്തിനാ അസ്ഥിരമായിട്ടുള്ളൊരു നാടിന് വേണ്ടി എന്റെ ഹൃദയം കളയുന്നത്? എബ്രഹാത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ജഡം നമ്മളെ എന്തോ ചെയ്യുന്നത്? നമ്മുടെ കാര്യങ്ങൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ പ്രോഗ്രാമും നമ്മുടെ ഉള്ളിൽ ജഡമാ കൊണ്ടുവന്ന് വെക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഇന്ന് നമ്മൾ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇന്ന് കാണുന്ന പൂ നാളെ വാടിപ്പോവും. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന പുല്ല് നാളെ നമുക്ക് കാണാൻ ഒക്കത്തില്ല. നമ്മുടെ ജീവിതം ഒരു കുമിളി പോലെ ഉള്ളൂ. ഒരു ജീവിതം ഒരു ഷാഡോ പോലെ ഉള്ളൂ. നമ്മുടെ ജീവിതം താൽക്കാലികമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായെങ്കിൽ നമ്മളാ ഏറ്റവും വയസ്സായിട്ടുള്ള ഒരു വ്യക്തി ഈ ഭൂമിയിൽ. അതുകൊണ്ട് സങ്കീർത്തനം 90 നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, കർത്താവേ എനിക്ക് എന്റെ നാളുകളെ എണ്ണാൻ എന്റെ ഹൃദയം തരണമേ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദാവീദ്. നാളുകളെ എണ്ണാൻ, ഹല്ലേലൂയ, എന്റെ നാളുകൾ എണ്ണപ്പെട്ടതാണല്ലോ. ഹല്ലേലൂയ. ഒന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ജഡം ഒരിക്കലും അനുവദിക്കത്തില്ല നമ്മൾ താൽക്കാലികമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ജഡം എപ്പോഴും നമ്മളോട് പറയുന്നത്, നീ ലോകത്തിൽ നീ ഫേമസ് ആകണം, ലോകത്തിൽ നീ പ്രഗത്ഭനാകണം, ലോകത്തിൽ നീ പേരുള്ളവനാകണം. അതാ എപ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, ജഡം നമ്മളോട് ആഗ്രഹിക്കുന്നത്. വേറെ ഒരു കാര്യം മൂന്നാമത്തെ കാര്യം ജഡം ആഗ്രഹിക്കുന്നത്, നീ എപ്പോഴും ഉറങ്ങണം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ നിനക്ക് പ്രാപിച്ചത് അതൊക്കെ മതി, ഇനി നീ ഉറങ്ങണം. ഹല്ലേലൂയ. നമ്മള് മത്തായി 13:25 ഒരു വാക്യമുണ്ട്. അത് പറയുന്നത്, എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ വന്ന് മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. കളഞ്ഞെന്ന് പറയുന്നത് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ, അപ്പൊ നിന്നെ ഉറക്കിയിട്ട് കള വിതയ്ക്കും. അതുകൊണ്ട് ഒത്തിരി ജാഗ്രതയായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഉറങ്ങാൻ പാടില്ല. ഏത് സമയത്തും നിങ്ങൾ ഓർത്തോണം, ജഡം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലസ്റ്റ്, ഡിസയറിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ പോകും. ഉറക്കത്തിൽ പോയി കഴിയുമ്പോൾ ഇവൻ വിത്ത് വിതച്ചിട്ട് പോകും. പിന്നെ ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചിട്ട് പിന്നെ പ്രസവിക്കും, മരണത്തെ പ്രസവിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ ഗർഭം ധരിക്കല്ലേ. ഏതെങ്കിലും ഒരു റോങ് തോട്ട് വിച്ച് ഇസ് കോൺട്രറി ടു ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് നിന്റെ മനസ്സിൽ വരുവാണെങ്കിൽ, അപ്പം നീ ഹല്ലേലൂയ, അതിനെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഉടനെ അതിനെ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നീ ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചിട്ട് അത് മരണത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഫസ്റ്റ് ഷോട്ട് പിശാച് നമ്മളെ അടിക്കുമ്പോൾ ഹല്ലേലൂയ, എപ്പോഴും അതിനെ സ്ട്രിപ്പ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മൾ ഗർഭം ധരിച്ചിട്ട് പ്രസവിക്കും, മരണം പ്രസവിക്കും, പാപം പ്രസവിക്കും. ഹല്ലേലൂയ. ഔവ എങ്ങനെ പ്രസവിച്ചേ അതുപോലെ തന്നെ നമ്മളും പ്രസവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അത് ജാഗ്രതയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നാലാമത്തെ, ജഡം ചെയ്യുന്നത് നമ്മുടെ ദാഹത്തെ, ദൈവത്തോടുള്ള ദാഹത്തെ കുറയ്ക്കും. ഹല്ലേലൂയ. ദാഹത്തെ കുറച്ചിട്ട് ലോകത്തിലുള്ള ദാഹം നമ്മളിൽ വർദ്ധിപ്പിക്കും. എപ്പോഴും ചിന്തിച്ചോണം, ഈ മൊബൈലും ഈ വാട്സപ്പും ഈ ലോകപ്രമാണമായിട്ടുള്ള എല്ലാ ഗാഡ്ജറ്റ്സും ഇതെല്ലാം നമ്മളെ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ തേഴ്സ്റ്റീന്ന് മാറ്റുക. ലോകത്തിന്റെ തേഴ്സ്റ്റിലേക്ക് നമ്മളെ മാറ്റുക. നമ്മൾ ചില സമയത്ത് TV കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കറിയത്തില്ല, ചിലപ്പോൾ 2-3 മണിക്കൂർ അങ്ങ് ഇരിക്കുക ടിവിയുടെ മുമ്പിൽ. ഹല്ലേലൂയ. വാട്സാപ്പ് ഇരിക്കുമ്പോൾ നമ്മൾ റീൽസ് നോക്കുന്നത്, ഇതെല്ലാം നമ്മളെ എന്തുമാത്രം നമ്മുടെ സമയമാ കളയുന്നത്. നമ്മൾ ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്, അയ്യോ ഇത്രയും സമയമായോ. ഇത് ജഡത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. ഇതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. ഇതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ
ക്രിസ്തുവിന്റെ ദാഹത്തിൽ നിന്ന് നമ്മളെ തിരിച്ചെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈൽ ഒത്തിരി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. നമുക്ക് പലപ്പോഴും ക്ഷീണം ഉണ്ടാകും. പ്രാർത്ഥിക്കുവാണെങ്കിലും നമുക്ക് ആ കോൺസെൻട്രേഷൻ വെച്ച് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. നമ്മൾ എളുപ്പം പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങും. അങ്ങനത്തെ ഒക്കെ പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ദാഹത്തെ ഹല്ലേലൂയ തീർക്കാൻ അനുവദിക്കല് പിശാചൻ. അതുകൊണ്ട് യോഹന്നാൻ 4:13 കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സമറിയക്കാരി സ്ത്രീയോട് പറയുന്ന യോഹന്നാൻ 4:13 പറയുന്നുണ്ട്, ഈ വെള്ളം whoever drinks. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഈ വെള്ളം കുടിക്കുന്നവൻ ഹല്ലേലൂയ പിന്നെയും ദാഹിക്കും. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കിണറിലുള്ള വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും. പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം. അപ്പൊ ക്രിസ്തുവിനെ നമ്മൾ കുടിക്കണം. ക്രിസ്തു തരുന്ന ദൈവവചനം കുടിക്കണം. പ്രാർത്ഥനയിൽ മുട്ടിയിരിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ലോകത്തിന്റെ വെള്ളം കുടിക്കാതെ ക്രിസ്തുവിനെ നമ്മൾ കുടിക്കാം. പിന്നെ ജഡം കൊണ്ടുവരുന്നത് പാപമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാപ സ്വഭാവങ്ങളെ ഉരുവാക്കും, നമ്മളിൽ പാപ സ്വഭാവത്തിലേക്ക് നയിക്കും ജഡം. ഹല്ലേലൂയ. അതിൽ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. അനേക ദൈവദാസന്മാര്, ആത്മാവിൽ നിന്ന ദൈവദാസന്മാര് വീണുപോയ ഈ ഒരു ഫീൽഡാ, ഒരു വൈനിയാടാ ഹല്ലേലൂയ നമ്മൾ എല്ലാവരുമായിരിക്കുന്നത്. നിന്റെ തുടക്കം എങ്ങനെയാന്നല്ല ദൈവം നോക്കുന്നത്, നിന്റെ അവസാനം എങ്ങനെയാന്നാ ദൈവം ഓരോരുത്തരെയും നോക്കുന്നത്. തുടക്കത്തിൽ ദൈവദാസന്മാര് നല്ല വിശ്വാസത്തിൽ നിന്ന ദൈവദാസന്മാര് ഇടയ്ക്ക് പിശാച് കൊണ്ടുവന്ന് പൈസയും കൊടുത്തു, ബാക്കി കാര്യങ്ങൾ കൊടുത്തു. അതിനകത്ത് മോഹം ഗർഭം ധരിച്ചിട്ട് മരണത്തിലേക്ക് പോയി. അനേക ദൈവദാസന്മാർ ഇന്ന് മരിച്ചിരിക്കുന്നതിന്റെ കാരണം മോഹം ഗർഭം ധരിച്ച് അത് പ്രസവിച്ചുകൊണ്ടാ. അനേക ദൈവദാസന്മാർ പണ്ടത്തെ ശുശ്രൂഷ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഒക്കെ ജീവിതത്തിൽ നിന്ന് പോയതിന്റെ കാരണം മോഹം ധരിച്ചു, അത് പ്രസവിച്ചു മരണമായിട്ട്. അതാ ഗലാത്യർ 3:3 പറയുന്നുണ്ട്, നീ ആത്മാവിൽ നീ തുടങ്ങി, പക്ഷെ ജഡത്തിൽ നീ പോയി അവസാനിച്ചെന്ന് പറയുന്നുണ്ട്. ബത്ശേബയെ ദാവീദ് കണ്ടു കഴിഞ്ഞപ്പോ അവൻ അവിടെ നിർത്തിയില്ല. ആ മോഹത്തെ അവൻ ഗർഭം ധരിച്ചു. ആ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ അത് പാപത്തിലേക്ക് പോയി. അവിടുന്ന് പാപം ചെയ്തെന്ന ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അത് കണ്ടപ്പോൾ അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, കണ്ടപ്പോൾ അവനെ കട്ട് ചെയ്ത് കളഞ്ഞില്ല. അതുകൊണ്ട് മരണം അവൻ പ്രസവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കള് രാജാക്കന്മാര് അന്യരാജ്യത്തിന്റെ രാജാക്കന്മാരെ കണ്ടിട്ട് മോഹിച്ചു, ഞങ്ങൾക്കും ഒരു രാജാവ് വേണം. ഹല്ലേലൂയ. കണ്ടിട്ട് മോഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ അവർക്ക് ഉണ്ടായ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ ഹല്ലേലൂയ ആഗ്രഹിച്ചു ഒരു മകനെ. അതുകൊണ്ട് സാറ ആഗ്രഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ ഹാഗാറിനെ അബ്രാത്തിന്റെ കൂടെ വിട്ടു. ഇസ്മായിൽ ഉണ്ടായി. അവർക്ക് വലിയ തലവേദന ഉണ്ടായി. പിന്നെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാള് വെച്ച് നമ്മൾ വെട്ടിക്കോണം. അല്ലെങ്കിൽ നമ്മുടെ ജഡം അതിനകത്തുനിന്ന് ജയമെടുക്കും. ഹല്ലേലൂയ. നമ്മൾ മരണത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ഈ ജഡം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാ. ഏത് കാര്യം നിങ്ങൾ ചിന്തിച്ചോ ഉടനെ ജഡം ഓടി വന്നിട്ട് നമുക്ക് സജഷൻ തരും. പക്ഷെ നിങ്ങൾ ആത്മാവിൽ അതിനെ വിവേചിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡം എപ്പോഴും നമ്മുടെ മനസ്സിനെ ഡയറക്റ്റായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരും. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുവാണെങ്കിൽ ജഡം ഉടനെ പറയും ഇത് മേടിക്കുക, അത് മേടിക്കുക. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും വിൽക്കാനാണെങ്കിൽ ജഡം ഉടനെ പറയും ഇത് മേടിക്കുക, അത് മേടിക്കുക. ഹല്ലേലൂയ. നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ജഡം, നമ്മുടെ മനസ്സിനെ ജഡം എപ്പോഴും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നീ ഇപ്പം വിശക്കുന്നു, നിനക്കിപ്പം വിശക്കുന്നു, നീ ഇത് കഴിക്ക്, നീ അത് കഴിക്ക്, നീ ഈ ഡ്രസ്സ് ഇടണ്ട, നീ ആ ഡ്രസ്സ് ഇട്. ഹല്ലേലൂയ. നീ ഇത് കുടിക്കണ്ട, നീ അത് കുടിക്ക്. ഹല്ലേലൂയ. അത് എപ്പോഴും ജഡം മനസ്സിനെ ചിന്തയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം പ്രാർത്ഥിക്കണ്ട, നീ ഇപ്പം TV കാണ്. ഇപ്പൊ നീ ഒത്തിരി ക്ഷീണിച്ചു, ഇപ്പൊ നീ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ജഡം എപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ തന്നുകൊണ്ടിരിക്കുക.
പക്ഷെ ആ ബുദ്ധി ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് തിരിച്ച് അറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികളെ ഇന്ന് തോറ്റുപോകുന്ന ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. ജഡം ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുക്കല്ലേ, നിങ്ങൾ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുത്ത് പത്രോസ് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞു, പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നീ ഇങ്ങനെ പറയല്ലേ, നീ മരിക്കുന്നു പറയല്ലേ, ഞങ്ങൾ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിന് വേണമെങ്കിൽ ആ സമയത്ത് പറയായിരുന്നു, അയ്യോ ബാക്കി ശിഷ്യന്മാരുടെ കാട്ടിലും കൂടുതൽ ഇവനാണല്ലോ എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ കർത്താവിനെ വിളിച്ചതെന്തോ, സാത്താനെ നീ പോ. ഹല്ലേലൂയ. അപ്പൊ സാത്താൻ ഇങ്ങനെ വരുന്നത് നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വരും. നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിഷൻ തെറ്റിപ്പോകും. കർത്താവിന്റെ മിഷനും വിഷനും എന്തായിരുന്നു? ലോകത്തിന് വേണ്ടി, ലോകത്തിൽ വന്ന് ലോകക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പാപികൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കണം. അതായിരുന്നു മിഷൻ. പത്രോസ് എന്താ ചെയ്യുക? മരിക്കല്ലേ. അതാ കർത്താവിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. പിതാവ് പറയുന്നത് നീ മരിക്കണം, പത്രോസ് പറയുന്നത് നീ മരിക്കല്ലേ. അതുപോലെ സാത്താന് ഏദൻ തോട്ടത്തിൽ വന്ന് പറഞ്ഞ് നീ ഇത് കഴിച്ചാൽ മരിക്കും. പക്ഷേ ഹല്ലേലൂയ സാത്താൻ പറഞ്ഞത് നീ മരിക്കത്തില്ല. കണ്ടോ? അപ്പം ഹല്ലേലൂയ സാത്താന് ഹല്ലേലൂയ ദൈവത്തിന്റെ കോൺട്രറി ആയിട്ട് നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും വന്ന് ഹല്ലേലൂയ സംസാരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മരണമുണ്ടാകും. ഹല്ലേലൂയ. കർത്താവിന്റെ ടെംപ്ടേഷന്റെ വിഷയമൊക്കെ നമുക്കറിയാം. അവിടെ എല്ലാം കർത്താവ് ജയിച്ചു. വിശന്നിട്ടിരുന്നപ്പോഴും കർത്താവ് അവിടെ ജയിച്ചെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. എബ്രായർ 5:14 അതുകൊണ്ട് പറയുന്നത് എന്തോ അറിയാം? നന്മ തിന്മകളെ തിരിച്ചറിയാൻ എബ്രായർ 5:14 കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്കതാൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഉണ്ടോ? തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയ ജയങ്ങളെ, അങ്ങനെ വേണം. തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയ ജയങ്ങളെ ഉള്ളവരായിത്തിരിക്കുന്നു. അപ്പം നമ്മുടെ എന്താ വേണേ അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം. ഇന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ എന്താ വേണം? അഭ്യാസം വേണം. അപ്പൊ ജഡം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഗ്രഹത്തിന്റെ അഗൻസ്റ്റ് നിൽക്കണമെങ്കിൽ നിന്റെ കണ്ണിനെ അഭ്യസിപ്പിക്കണം, കൈകളെ അഭ്യസിപ്പിക്കണം, നിന്റെ നാവിനെ അഭ്യസിപ്പിക്കണം. ഹല്ലേലൂയ. ഒരു ദിവസം മിണ്ടാതൊക്കെ ഇരിക്കെ, നോ പ്രോബ്ലം, അഭ്യസിപ്പിക്കുക. ഒരു ദിവസം നീ മൊബൈൽ കാണാതിരിക്കെ, അഭ്യസിപ്പിക്കുക. ഒരു ദിവസം നീ കഴിക്കാതിരിക്കുക, അഭ്യസിപ്പിക്കുക. നിന്റെ ഇന്ദ്രിയങ്ങളെ അഭ്യസിപ്പിക്കണം. ഈ ഉപവാസം എന്ന് പറയുന്ന അഭ്യാസമാ ഒരു പ്രകാരത്തിൽ. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ അഭ്യസിപ്പിക്കണം ജഡത്തെ ജയിക്കണമെങ്കിൽ. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം റോമ 7:18 എന്ന് പറഞ്ഞ മനുഷ്യനിൽ ഒന്നും നല്ലതില്ലെന്നാ പറയുന്നത് ദൈവത്തിന്റെ വചനം. അങ്ങനെ തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. മാൻ ഹാസ് നത്തിങ് ഗുഡ് ഇൻ us. അപ്പം റോമ 7:18 പറയുന്നത് മനുഷ്യനിൽ ഒന്നും നല്ലതല്ലെന്ന് പറയുമ്പോൾ, നമ്മൾ ചില കാര്യങ്ങളെ കണ്ടിട്ട് നല്ലതാന്ന് പറയുമ്പോൾ അപ്പം ആ നല്ലത് പോലും നമ്മുടെ ബുദ്ധി കൊണ്ട് വരുന്നത് ദൈവസന്നിധിയിൽ നല്ലതല്ല. വചനം പറയുന്നത് ഹല്ലേലൂയ, മാൻ ഹാസ് നത്തിങ് ഗുഡ്. മനുഷ്യനിൽ ഒന്നും നല്ലതല്ല. പിന്നെ നമ്മൾ നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ആദാമിന്റെ മനസ്സുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് നല്ലതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ അത് നല്ലതല്ല. അപ്പൊ നല്ലത് എന്തുവാ? വിശ്വാസത്തിൽ പുറപ്പെടുന്നത് നല്ലത്. വിശ്വാസത്തിൽ നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുന്ന കാര്യങ്ങള്, അത് മാത്രമേ ഉള്ളൂ നല്ലത്. അതുകൊണ്ട് ഉസയുടെ വിഷയം നമ്മൾ അറിയാം. അവൻ നല്ല കാര്യമാ ചെയ്തത്, പക്ഷെ മരിച്ചു വീണു. ഹല്ലേലൂയ. നല്ല കാര്യം അവൻ ചെയ്തു, പക്ഷെ നല്ല കാര്യവും ജഡത്തിന്റെ പ്രകാരം ചെയ്യുവാണെങ്കിൽ നീ മരിക്കും.
അതുകൊണ്ട് നമ്മുടെ ജഡം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതുകൊണ്ട് റോമ 8:8 അത് പറയുന്നത്, ജഡപ്രകാരം നീ ജീവിക്കുന്നെങ്കിൽ നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. റോമ 8:6 പറയുന്നത് ജഡപ്രകാരം നീ ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം, ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:16 പറയുന്നത് ഹല്ലേലൂയ, നമുക്ക് 1 യോഹന്നാൻ 2:16 ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകത്തിൽ തന്നെ ആകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡത്തിന് ഒരു പ്രൊവിഷനും നമ്മൾ കൊടുക്കാതെ അവനെ എപ്പോഴും എന്തോ ചെയ്യണം, ഒരു 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 കേജിനകത്ത്, അല്ലെങ്കിൽ ഒരു പെട്ടിക്കകത്ത് എപ്പോഴും പൂട്ടി വെക്കണം. അവൻ കൊടുക്കുന്ന, അവൻ പറയുന്ന ഓരോ ആഗ്രഹങ്ങളും നമ്മൾ ഹല്ലേലൂയ അവനെ നിവർത്തിച്ച് കൊടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹല്ലേലൂയ ഒരു ദിവസം മാത്രമല്ല ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഈ ദൈവത്തിന്റെ വചനം 13:14 ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ, റോമ 13:14 അത് പറയുന്നുണ്ട്, എന്തോ, നിങ്ങൾ ക്രിസ്തു യേശുവിനെ ധരിച്ചാൽ ജഡത്തിന്റെ പ്രൊവിഷൻസിനെ നമ്മൾ ചെയ്യത്തില്ലെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം നമ്മൾ എന്തോ ക്രിസ്തുവിനെ ധരിക്കണം. എല്ലാ ഞായറാഴ്ച മാത്രം ധരിക്കാനുള്ളതല്ല ക്രിസ്തു, എപ്പോഴും ധരിക്കണം. നമ്മൾ സൺഡേ ക്രിസ്ത്യനായി മാറാനല്ല ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. സൺഡേ ആവുമ്പോഴത്തേക്ക് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കും, സ്തോത്രം പറയും, പാവം ഏറ്റു പറയും. മൺഡേ തൊട്ട് പിന്നെ തുടങ്ങുക നമ്മുടെ പരിപാടി. ആ ക്രിസ്തുവിനെ ധരിച്ചതൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ സാധനം നമ്മൾ എടുത്തിട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുക. അങ്ങനത്തെ ജീവിതം ജീവിക്കാനല്ല ക്രിസ്തു നമ്മളെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. നിരന്തരം ധരിക്കണം യേശുവിനെ, എല്ലാ ദിവസവും ധരിക്കണം യേശുവിനെ. നീ ജഡത്തെ ജയിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നീ ധരിക്കണം. ഹല്ലേലൂയ. എല്ലാ ദിവസവും. ഹല്ലേലൂയ. അപ്പം ഈ ജഡത്തെ നമ്മൾ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ, ജഡം എപ്പോഴും ചെയ്യുന്ന എന്തുവാന്ന് പറഞ്ഞാൽ, നിന്റെ മനസ്സും നിന്റെ മനസാക്ഷിയും, ഇത് രണ്ടിനെയും ഒരിക്കലും വേർപിടിപ്പിക്കാൻ ഒക്കാത്ത പോലെ ജഡം വെക്കും. നിന്റെ മനസ്സും നിന്റെ മനസാക്ഷിയും എപ്പോഴും ജഡം എന്തോ ചെയ്യും, എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിന്റെ മനസാക്ഷിയെയും മനസ്സിനെയും രണ്ടിനെയും അവൻ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നിന്റെ ജഡമായിരിക്കും. നിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ സോൾ ആൻഡ് മനസാക്ഷിയിൽ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്. ഇത് രണ്ട് മനസ്സും മനസാക്ഷിയും രണ്ടിനെയും യോജിച്ച് വെക്കും നിന്റെ ജഡം. പക്ഷെ ഇതിനെന്തോ ചെയ്യണം, നമ്മൾ ഒരു വാളെടുക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഹെബ്രായർ 4:12 വായിച്ച് എന്തോ പറയുന്നേ, 4:12 ഹെബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും അല്ലെങ്കിൽ മനസ്സിനെയും മനസാക്ഷിയെ വേർപെടുത്തുന്നതായിരിക്കണം ദൈവത്തിന്റെ വാള്, വചനമാകുന്ന വാള്. അപ്പൊ വചനമാകുന്ന വാള് വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയുടെ ഇടയ്ക്ക് ദൈവത്തിന്റെ വാള് യൂസ് ചെയ്യണം. ദൈവത്തിന്റെ വാള് യൂസ് ചെയ്യുമ്പോൾ നിന്റെ മനസാക്ഷിയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിന്റെ മനസാക്ഷിയെ സ്ട്രോങ് ആക്കും. നിന്റെ മനസാക്ഷി സ്ട്രോങ് ആയി കഴിയുമ്പോൾ മനസ്സിനെ ഹല്ലേലൂയ നിയന്ത്രിക്കാൻ തുടങ്ങും. നിന്റെ മനസാക്ഷി മനസാക്ഷി നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് പറയും, ജഡമേ നീ വിട്ടുപോ, ഞാൻ നിന്നെ അല്ല ഇനി കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്റെ മനസാക്ഷിയെ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. മനസ്സിനെ മനസാക്ഷിയുടെ ഇടയ്ക്ക് വചനം അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തു പറ്റും? നിന്റെ മനസാക്ഷിയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. മനസാക്ഷിയെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിന്റെ മനസാക്ഷി അങ്ങോട്ട് സിംബം പോലെ ചീറി വരും.
മനസാക്ഷി ചിമ്പുമ്പോൾ, ചീരി വരുമ്പോൾ മനസാക്ഷി മനസ്സിനെ എന്തോ ചെയ്യും? ഹല്ലേലൂയ. മനസാക്ഷിയെ ഹല്ലേലൂയ കൺട്രോൾ ചെയ്യാൻ ഒക്കും. മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ, മനസാക്ഷി ഒന്നായി കഴിയുമ്പോൾ ഹല്ലേലൂയ ജഡത്തോട് പറയും, നീ പോ, നീ വിട്ടുപോ, എനിക്ക് നിന്റെ കേൾക്കണ്ട. അല്ല പ്രാവശ്യം ജഡം പറയും, എടാ നീ അവൻ നിന്നോട് ഇത് പറഞ്ഞല്ലോ, നീ 2 കൊടുക്ക അവനോട്. അപ്പൊ മനസ്സ് പറയും, നീ വരെ നിന്റെ പണി നോക്ക്, ഞാൻ ആദ്യം എന്റെ മനസാക്ഷിയോട് ചോദിക്കട്ടെ. അല്ലെ, ആദ്യം പരിശുദ്ധാത്മാവിനോട് ചോദിക്കട്ടെ. ഹല്ലേലൂയ. ജഡം പറയും, എടാ നിന്റെ ഈ പൈസ ഉണ്ടല്ലോ, പോയി നീ കഴിക്കേ, ഇഷ്ടം പോലെ കഴിക്കേ നീ. അല്ലെ, അപ്പൊ മനസ്സ് പറയും, നീ വരെ നിന്റെ പണി നോക്ക്, ഞാൻ ആദ്യം എന്റെ മനസാക്ഷിയോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നീ ജയിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് നിന്റെ. അപ്പം ജഡത്തെ എപ്പോഴും അതിന്റെ രാഗമോഹത്തോട് ക്രൂശിച്ചു വെക്കണം. അതിനെ തറയ്ക്കണം. ക്രൂശിക്കുന്നത് എങ്ങനെയാ? നമ്മൾ തറയ്ക്കണം. തറയ്ക്കാതെ ക്രൂശിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ജഡം ആഗ്രഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ആഗ്രഹത്തെയും നമ്മൾ തറയ്ക്കണം. ഏത് ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ വരുന്നത് അതിനെ തറയ്ക്കണം ക്രൂശിൽ. ഹല്ലേലൂയ. എന്നാലേ നീ ജയിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും തോക്കും. ഹല്ലേലൂയ. നമ്മൾ ലൂക്കോസ് 9:23 വായിക്കുന്നുണ്ട്, നീ എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ തന്നെ ത്യജിക്കണം. ഹല്ലേലൂയ. ക്രൂശ് ചുമ്മനം, അത് കഴിഞ്ഞാലേ നീ എന്റെ പിൻഭാഗെ വരാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഏത് വഴിയിലാണ് വരേണ്ടത്? ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള പാതയിൽ നീ നടക്കണം. നീ ജഡത്തെ ജയിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ വാള്. വേറെ എന്തുവാ ദൈവത്തിന്റെ വാള്? നീ ഹല്ലേലൂയ, നീ മത്തായി 11:24 ടേക്ക് മൈ യോക്ക്, എന്റെ നുകം ചുമക്കണം നീ. ഹല്ലേലൂയ, സ്തോത്രം. അത് ദൈവത്തിന്റെ വചനം പറഞ്ഞു. നുകം എന്തുവാ? മത്തായി 5, 6, 7 നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ദൈവത്തിന്റെ നുകങ്ങൾ കാണും. അത് നീ യൂസ് ചെയ്യണം നിന്റെ ജീവിതത്തിൽ. അതാ വാള്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഒരു സ്ത്രീയെ കാണുമ്പോഴുള്ള മത്തായി 5 എഴുതിയിട്ടുണ്ട്. നിന്നോട് ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ മത്തായി 5 എഴുതിയിട്ടുണ്ട്. അത് വാള് യൂസ് ചെയ്യണം നീ. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കൾ നിന്നോട് ശത്രുത കാണിക്കുമ്പോൾ മത്തായി 5 എഴുതിയിട്ടുണ്ട്. നീ എന്തോ ചെയ്യണം ശത്രുവിനെ, അത് എഴുതിയിട്ടുണ്ട്. ആ വാള് നീ യൂസ് ചെയ്യ. ആ വാൾ അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തോ പറ്റും? നിന്റെ മനസ്സും നിന്റെ മനസ്സാക്ഷിയുടെ ഇടയ്ക്ക് വാള് വീഴും. നീ ജയിക്കും. ഹല്ലേലൂയ, നീ ജയിക്കും. ഹല്ലേലൂയ. അതാ ക്രിസ്തീയ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജഡം നമ്മുടെ ഉള്ളിൽ ഒരു ഫോഴ്സ്, പിശാചിന്റെ ഒരു നമ്മുടെ എല്ലാവരുടെ അകത്തുണ്ട്. അതിനെ ജയിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ തോറ്റുപോകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാ 2 കൊരിന്ത്യർ 11:2, 3, 4 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിശാച് 2 വായിക്കുന്നു. 2 കൊരിന്ത്യർ 11:2, 3, 4. 2 കൊരിന്ത്യർ 2 Corinthians 11:2-4. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ? അപ്പം നിങ്ങളുടെ മനസ്സ് കണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ഹല്ലേലൂയ കറപ്റ്റ് ആകാൻ നിങ്ങൾ അനുവദിക്കല്ലേ. നിങ്ങളുടെ മനസ്സിന് തുടങ്ങുന്നത് ആക്ച്വലി നമ്മുടെ ജീവിതം നയിക്കുന്നത് മനസ്സാ. ആദാം ഹവ്വയുടെ മനസ്സ് ഹല്ലേലൂയ ദൈവത്തെ വിധേയപ്പെട്ട് ജീവിച്ചപ്പോൾ അവർ ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. അല്ലേ? ഇന്ന് നിന്റെ മനസ്സ് നിന്നെ നയിക്കുവാണെങ്കിൽ നീ തോക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, നിന്റെ മനസ്സാക്ഷിയെ അനുസരിക്കുന്ന ഒരു മനസ്സായി നമ്മൾ മാറും. ഏത് കാര്യം നിന്റെ മനസ്സിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം നിന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് നിന്റെ തീരുമാനങ്ങൾ എടുക്കണം. നീ ജയിക്കും നിശ്ചയം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ലേവി 6:13 നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഈ തീ എന്തോ ചെയ്യണം? നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം എന്നാ പറയുന്നത്. സമയമില്ലാത്തോണ്ടാ ഞങ്ങൾ പോകുന്നത്. ആത്മാവിന്റെ ആരാധന നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ.
ഈ ജഡത്തെ ഹല്ലേലൂയ കത്തിച്ച് കളയണം. കത്തിച്ച് കളയെന്ന് പറഞ്ഞാൽ അത് മരിക്കത്തില്ല, അന്ത്യം വരെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാ ദിവസവും ആത്മാവിന്റെ തീ അതിന്റെ മേളിൽ വീണുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതൊരിക്കലും ഒരു ഡിസയർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഒരു ആഗ്രഹങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ തീ ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ജഡം പിശാചിന്റെ കുഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ തോറ്റുപോകും. നമ്മൾ ആൾക്കാരെ പഴയ്ക്കും, നമ്മുടെ ഹല്ലേലൂയ സിറ്റുവേഷനെ നമ്മൾ ബ്ലെയിം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ആൾക്കാരോട് പറയും ഇവന് സ്നേഹമില്ല, അവന് സ്നേഹമില്ല. ഹല്ലേലൂയ. പ്രോബ്ലം നമ്മളില്ല. ആക്ച്വലി നമ്മൾ അതിനെ ജയിക്കാൻ ഒക്കാത്തോണ്ടാണ് നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത്. അല്ലെ, ഒരു വ്യക്തി നമ്മളോട് എതിർത്ത് പറയുമ്പോൾ നീ എന്തിനാ എതിർക്കുന്നതെന്നറിയാമോ? നിന്റെ ഉള്ളിലുള്ള സാത്താനെ നീ തോക്കുക. അതുകൊണ്ടാണ് നീ അകത്തെ ജഡത്തെ ജയിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നിന്നോട് എത്ര എതിർത്ത് പറഞ്ഞാലും ഹല്ലേലൂയ നിനക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ 17 വാക്യം, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17 എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല. ഹല്ലേലൂയ. വേറെ എന്തുവാ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഹല്ലേലൂയ. നീതിയും സമാധാനവും. ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ജഡത്തെ അതിന്റെ രാഹമോഹത്തോട് നമ്മൾ ക്രൂശിക്കാൻ ഹല്ലേലൂയ പഠിക്കണം. ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്ക് ഈ വിഷയം നമുക്ക് ഒത്തിരി വലിയ വിഷയമാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ച അത്രയും ഹല്ലേലൂയ നമുക്ക് ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നെ ഹല്ലേലൂയ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ജഡത്തെ പറ്റി പഠിച്ചു. കർത്താവെ, ജഡം ഞങ്ങളിൽ ഓരോരുത്തരിലും പലപ്പോഴും ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ഞങ്ങളെ വേർപെടുത്തുന്നതാ കർത്താവെ. ജഡം പലപ്പോഴും സുവിശേഷം സത്യവചനം ഗ്രഹിക്കാൻ കഴിയാതെ ഞങ്ങളെ കർത്താവെ ഹല്ലേലൂയ മാറ്റുന്നതാ കർത്താവെ. ജഡം ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവെ ലോകത്തിന്റെ ദാഹത്തെ വർദ്ധിപ്പിക്കുന്നതാ. ജഡം പലപ്പോഴും കർത്താവെ ഞങ്ങളെ ഹല്ലേലൂയ പരദേശിയാക്കാതെ ഈ ലോകക്കാരാക്കി തീർക്കുന്നത് കർത്താവേ സ്തോത്രം. ആ ജഡത്തെ ജയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവെ വചനം ശ്രവിച്ച ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശക്തമായിട്ട് കർത്താവെ അവരോട് ഇടപെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഹല്ലേലൂയ തന്നേക്കുന്ന അവസരങ്ങൾ കർത്താവെ ജയിച്ച് കർത്താവെ ജഡത്തെ ജയിച്ച് ഹല്ലേലൂയ ആത്മാവിൽ വളർച്ച പ്രാപിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വരൂപം ഞങ്ങളിൽ വരണമെങ്കിൽ ഞങ്ങൾ ജഡത്തെ ജയിക്കണം. കർത്താവേ സ്തോത്രം. കർത്താവേ, നിന്റെ വചനം പറയുന്നല്ലോ, ജയിച്ചവൻ മാത്രം എന്റെ കൂടിരുന്ന് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ വാഴത്തുള്ളെന്ന്. ഇന്ന് രാത്രി കർത്താവേ ഞങ്ങളുടെ ജഡപ്രകാരം ജഡീക സ്വഭാവത്തെ ജയിച്ച് കർത്താവെ ക്രിസ്തുവിന്റെ സ്വഭാവക്കാരായി ഞങ്ങളെ മാറ്റാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ജീവിതങ്ങളിൽ ഇടപെടുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. സകല വിഷയം കർത്താവിന്റെ കരത്തിൽ ഞങ്ങൾ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാം കൃപയിൽ ഞങ്ങളെ പൊതിയണമേ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Good night.